ജഗരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. വാഴ 2. ഓക്കെ, ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. വാഴ 1 എനിക്ക് മൊത്തത്തിൽ വർക്കായിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് സീനുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. മൊത്തം എടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ഈ മുഖത്ത് കാണുന്ന പാടുകളൊക്കെ ചിക്കൻ ബോക്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പാടുകളും കാര്യങ്ങളാണ്. ഇത് കണ്ടിട്ട് ആരും പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. വാഴ 2 സൂപ്പർ പടമാണ്. അതായത് ആദ്യ പകുതി സ്കൂൾ ലൈഫൊക്കെ ആയിട്ട് കാണിക്കുന്നതെങ്കിലും ഒരു പാരലൽ വേൾഡ് കാണുന്ന പോലെയൊക്കെ ഉണ്ടെങ്കിലും സൂപ്പറായിട്ട് കോമഡികളും എല്ലാം തന്നെ വർക്കായിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. ഇൻട്രോലിന് മുമ്പുള്ള ഫൈറ്റ് പിക്ക് ഒക്കെ അടിപൊളിയായിരുന്നു. ഓക്കെ, പിന്നെ രണ്ടാം പകുതിയാണ് ഈ സിനിമയുടെ സോളിരിക്കുന്നത്. അതായത് ജോലിയുടെ സ്ട്രഗിൾസ്, അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള തൊഴിലില്ലായ്മ. അപ്പം ആ ഒരൊറ്റ കാരണം കൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന ആൺപിള്ളേരുടെ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ, അതൊക്കെ നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് കൊണ്ടും പെർഫോമൻസുകൾ കൊണ്ടുമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ പല സിനിമകളിലും ഈ സ്ത്രീകൾക്ക് മാത്രമേ ഈ മൂഡ് സ്വിങ്സ്, എന്താ പറയുക, അതിജീവനം എന്നൊക്കെ പറഞ്ഞിട്ട് 4 നേരം ബൂസ്റ്റ് കൊടുക്കുമ്പോൾ പലപ്പോഴും ഈ ടീനേജ് ബോയ്സ് അനുഭവിക്കുന്ന മെൻ്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ് പോലും ആരും ശ്രദ്ധിക്കാറില്ല. നമ്മളെ ബോയ്സിനുണ്ട് നല്ല രീതിക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ തന്നെ അതിജീവനവും മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ. ആരും അത് ശ്രദ്ധിക്കാറില്ല. ഓക്കെ, അത് കാണിച്ചു തന്നതിന് വിപിൻ ദാസിന് ഒരു അപ്ലാസ്. പിന്നെ പെർഫോമൻസിലോട്ട് വരികയാണെങ്കിൽ ഹാഷിറിൻ്റെയും ടീമിൻ്റെയും അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. ഈ വിനായകനൊന്നും ഇങ്ങനെ, എന്താ പറയുക, ഈ വിനായകനൊന്നും ഇങ്ങനെ അഭിനയിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല കേട്ടോ, അവൻ്റെ റീൽസ് കാണുമ്പോൾ. സോ എന്താ പറയുക, നല്ല പൊട്ടൻഷ്യലുള്ള ഒരു നടനാണ് വിനായക്. അതുപോലെ തന്നെ അലൻ, അജിൻ്റെ പൊന്നോ കിഡോ ആയിരുന്നു. ആഷിറിന് പിന്നെ പറയേണ്ട കാര്യമില്ല, ആഷിർ കിഡോ അഭിനയമാണ്. ആളുടെ കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കുറുക്കി കൊള്ളുകയും ചെയ്യും. നല്ല രീതിയിൽ നമുക്ക് ചിരിക്കാനുള്ളൊരു വക ആളുണ്ടാകുകയും ചെയ്യും. അപ്പോൾ വാഴ 2 ഹാഷിറും പിള്ളേരും തൂക്കി എന്ന് തന്നെ പറയാം. എന്താ പറയുക, തുടക്കം മുതലേ അൺലിമിറ്റഡ് ഫണ്ണാണ്. ആദ്യ പകുതി അന്യായ കോമഡി എല്ലാം വർക്കായി പോയിട്ടുണ്ട്. പിന്നെ ഹാഷിറിൻ്റെ സ്റ്റീൽ ദ ഷോ കൗണ്ടറാണ്, ഒക്കെ സെറ്റായിരുന്നു. പിന്നെ ഹാഷിർ, അലൻ, വിനായകൻ, അജിൻ എല്ലാവരും ഗംഭീര പെർഫോമൻസാണ് പടത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെയും ഒരുപാട് നമ്മുടെ അമീനും കുഡൂസ് മീഡിയ ഉണ്ട്. അപ്പോൾ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് പടത്തിലുണ്ട്. അവസാനം വന്ന ക്യാമിയോ ടീമും കലക്കി. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതാണ് എനിക്ക് ചെറുതായിട്ടൊന്ന് നെഗടിച്ചിട്ടുള്ളത്. ആദ്യത്തെ കോമഡി ആണെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ ഇമോഷണലിലേക്ക് പടം മാറുന്നുണ്ട്. നിങ്ങൾക്കിത് തിയേറ്ററിൽ ഗംഭീര അനുഭവം തന്നെയായിരിക്കും. കുറച്ച് നേരം കരയാനും കുറച്ച് നേരം ചിരിക്കാനും ചിന്തിപ്പിക്കാനുള്ള ഒരു വക ഈ വാഴ 2-നകത്തുണ്ട്. ഗോ ഫോർ ഇറ്റ്. തിരക്കഥാകൃത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ വിപിൻ ദാസാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഡയറക്ടർ സവിൻസയാണ്. അപ്പോൾ അതൊക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് ആകെ ഒരു നെഗടിച്ചതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക്കാണ്. അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്തായാലും നിങ്ങളുടെ പൈസ പോയി എന്ന പേടി നിങ്ങൾക്ക് വരില്ല, അത് 100% ഷുവറാണ്. അപ്പോൾ വാഴ ഫസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടവർ മസ്റ്റായിട്ടും ഈ ഒരു സിനിമ നിങ്ങൾ വാച്ച് ചെയ്യണം. സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.